നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ കൂടി ചേരുന്നു. തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ പരിശോധന നടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദിലീപ് കുമാർ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രതികളുടെ എല്ലാ വീടുകളിലും പരിശോധന നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ചില സ്ഥാപനങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉൾപ്പെടെ 21 സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ വിവിധ സ്ഥലങ്ങളിലായി പരിശോധന നടക്കുന്നുണ്ട്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടക്കുന്നുണ്ട്. പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ ED സംഘം എത്തിയിട്ടുണ്ട്. കർണാടകയിലെ ബെല്ലാരിയിൽ ഗോവർദ്ധന്റെ ഉടമസ്ഥതയിലുള്ള റൊദ്ദം ജ്വല്ലറിയിലും അതോടൊപ്പം തന്നെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. ഈ നിലയിൽ ആന്ധ്ര മുതൽ കൊച്ചി വരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന വളരെ ആസൂത്രിതമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ ED ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. ECIR കോടതിയിൽ ഹാജരാക്കേണ്ടതില്ല, അല്ലെങ്കിൽ കോടതിയിൽ ഈ രജിസ്റ്റർ ചെയ്തതായി അറിയിക്കേണ്ടതില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ള ഒരു പ്രത്യേക അധികാരമാണത്. ഒരു സെമി ജുഡീഷ്യൽ സംവിധാനം എന്ന നിലയിൽ ECIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ നടപടികളിലേക്ക് EDക്ക് കടക്കാൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ED പരിശോധന നടത്തുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളുടെയും മുഴുവൻ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെയും സർട്ടിഫൈഡ് കോപ്പി ED അന്വേഷണ സംഘത്തിൽ നിന്ന് കോടതി മുഖേന വാങ്ങിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അനധികൃതമായി ഇവർ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ ഈ പ്രതികളുടെ സ്വത്ത് മരവിപ്പിക്കുന്നതിനും സ്വത്ത് കണ്ടുകെട്ടുന്നതിനും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിനുമുള്ള അധികാരം കൂടി EDക്കുണ്ട്. അതുകൊണ്ട് ആ നിലയിലുള്ള ചില നടപടികളും EDയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് പേട്ടയിൽ N വാസുവിന്റെ വസതിയിൽ പരിശോധന നടത്തുന്നുണ്ട്. പത്തനംതിട്ടയിൽ A പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. മറ്റു പ്രതികളുടെ വീടുകളിലും പരിശോധന നടക്കുകയാണ്. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ അന്വേഷണം നടത്തിയിരുന്നതാണ്. ഈ വിശദമായ അന്വേഷണം നടത്തി ഹൈക്കോടതി ഈ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയതുമാണ്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള വലിയ തട്ടിപ്പുകൾ ഈ പ്രതികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ എന്നത് ED പരിശോധിക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം, അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വഴി എന്നീ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പരിശോധിക്കും. വളരെ ആലോചിച്ച് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ ഉദ്യോഗസ്ഥ സംവിധാനമാകെ വിന്യസിച്ചുകൊണ്ട് നടത്തുന്ന ഒരേ സമയം 21 സ്ഥലങ്ങളിൽ പരിശോധന നടക്കുകയാണ് ഇപ്പോൾ കേരളത്തിലും കേരളത്തിന് പുറത്തുമായി. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.